CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ മൂല്യനിർണ്ണയ രീതിയിൽ അടിമുടി മാറ്റങ്ങൾ വരികയാണ്. 2026 മുതൽ ഉത്തരക്കടലാസുകൾ ഡിജിറ്റലായി പരിശോധിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പിലാക്കുവാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. മൂല്യനിർണ്ണയത്തിലെ സുതാര്യത വർദ്ധിപ്പിക്കുക, ഫലപ്രഖ്യാപനം അതിവേഗത്തിൽ ആക്കുക, മാനുഷിക പിഴവുകൾ ഒഴിവാക്കുക എന്നിവയാണ് ഈ നീക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യവും. ഇനി അധ്യാപകർ പേപ്പർ ഉത്തരക്കടലാസുകൾക്ക് പകരം സ്കാൻ ചെയ്ത പകർപ്പുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയാണ് മാർക്കിടുന്നതും. നിലവിൽ 12ാം ക്ലാസ് പരീക്ഷകൾക്കാണ് മാറ്റം ബാധകമാകുന്നത്. 10ാം ക്ലാസ് പരീക്ഷകൾ പഴയ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും. പുതിയ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വരുന്നതോടെ മാർക്കുകൾ കൂട്ടുന്നതിലുണ്ടാകുന്ന പിശകുകൾ ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള മാർക്ക് വെരിഫിക്കേഷൻ നടപടികളും റീകൗണ്ടിംഗ് വലിയ തോതിൽ കുറയും എന്നതാണ് പ്രതീക്ഷ. അധ്യാപകർക്ക് സ്വന്തം സ്കൂളിൽ നിന്ന് തന്നെ മൂല്യനിർണ്ണയം നടത്തുവാൻ കഴിയുന്നതോടെ യാത്രാ ബുദ്ധിമുട്ടുകളും പഠന സമയ നഷ്ടവും ഒഴിവാക്കുവാനും സാധിക്കും. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക കോൾ സെന്ററുകളും സജ്ജമാക്കും. പദ്ധതി നടപ്പിലാക്കുന്നതിനായി സ്കൂളുകൾ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് CBSE നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കുറഞ്ഞത് 4 GB റാമുള്ള കമ്പ്യൂട്ടറുകൾ, വിൻഡോസ് 8 മുകളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിവേഗ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവ ഉറപ്പാക്കുകയും വേണം. അധ്യാപകർക്ക് പരിശീലന പരിപാടികളും വീഡിയോകളും ഒരുക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് മുന്നോടിയായി ഡ്രൈ റൺ നടത്തിയും സംവിധാനം പരീക്ഷിക്കും. പരീക്ഷാ രീതികളിൽ ആധുനികവൽക്കരണം ലക്ഷ്യമിട്ടിട്ടുള്ള CBSEയുടെ ഈ നീക്കം വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ.